ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉപ്പച്ചിൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഉപ്പച്ചി ഇതാ 3 കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ കൂട്ടി ഒരു ചെമ്പൊക്കെ അടുപ്പിലേക്ക് വെച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വേഗം ക്യാമറയും നോക്കി വന്ന് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. ഇന്ന് പള്ളിക്കൊക്കെയുള്ള ചോറാണ് കേട്ടോ. ഇന്ന് പള്ളിക്ക് മൗലൂദിന് പൊതിച്ചോറ് കൊടുക്കാനാണ്. ഓർഡർ കിട്ടിയതാണ്. നമുക്കിങ്ങനെ ഓർഡർ കിട്ടാറുണ്ട്. ഓർഡറിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള കപ്സക്കുള്ള ഓർഡറാണ്. 250 പൊതി ചോറ് വേണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഉപ്പച്ചി. അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ റബീഉൽ അവ്വൽ മാസം ആയതുകൊണ്ട് അധികം ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ട് നമ്മൾ നേർച്ചയ്ക്കുള്ളത് അവിടെ പോയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് ചിലതൊക്കെ പള്ളിക്കൊക്കെയുള്ള മൗലൂദിനുള്ളതും കിട്ടാറുണ്ട്. അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലം മുതലേ ഉപ്പച്ചിക്ക് ഈ ഒരു ജോലിയാണ് കേട്ടോ. ഈ ഒരു ചോറ് വെച്ച് കൊടുക്കുന്ന ജോലിയാണ്. എനിക്കത് പറയാൻ വലിയ മടിയൊന്നുമില്ല. നമ്മളെ വളർത്തി വലിയതാക്കി ഈ ഒരു ഇതിലെത്തിച്ചതും കെട്ടിച്ചു വിട്ടതും എല്ലാം ഈ ഒരു ജോലി എടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്കത് പറയാനൊന്നും ഒരു മടിയില്ല. അതുപോലെ എല്ലാ ജോലിക്കും പോവും. എല്ലാ പണിയും നമുക്ക് എടുക്കാൻ കഴിയുന്ന പണിയൊക്കെ ചെയ്യണം എന്നാണ് ഉപ്പച്ചീൻ്റെ ഒരു വാക്ക്. അത് എല്ലാം ചെയ്യാറുണ്ട്. നമ്മളും നമ്മുടെ മാക്സിമം എല്ലാതും ഹെൽപ്പ് ചെയ്തും കൊടുക്കാറുണ്ട്. ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഉപ്പച്ചി കുക്ക് ചെയ്യാറുള്ളൂ. അതുപോലെ പൈപ്പിലെ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും ആ ഒരു വെള്ളം യൂസ് ചെയ്യാറില്ല. നമ്മൾ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കാറുണ്ട്. പക്ഷെ എന്നാലും കിണറ്റിൽ നിന്ന് മുക്കിയിട്ട് തന്നെ കുടിക്കണമെന്ന് ഉപ്പച്ചിക്ക് നിർബന്ധമാണ്. ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിയിലായാലും കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിലായാലും ഒരു വിധത്തിലുള്ള ചേഞ്ചും വരുത്താത്തത് കൊണ്ട് തന്നെ ഇത്ര കാലമായിട്ട് നമ്മുടെ ഫുഡിന് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മാഷാ അല്ലാഹ്. നമ്മൾ വീട്ടിൽ എത്ര നല്ല രീതിയിൽ എത്ര നല്ല സാധനങ്ങൾ എടുത്ത് കുക്ക് ചെയ്താലും ഉപ്പച്ചി വെക്കണ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാലും കിട്ടില്ല. അതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയാലും നമ്മളൊരു കല്യാണത്തിന് പോയാലും ആ ഒരു രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പുറത്ത് പോയി കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അല്ലേ? കല്യാണത്തിനൊക്കെ പോയി ബിരിയാണി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിച്ചാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചാലും കിട്ടില്ല. ഈ ഒരു കുറഞ്ഞ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു നിന്ന് ഞാൻ എത്രത്തോളം ഒരു ചൂടാണ് അനുഭവിച്ചതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പുറത്തെ അന്തരീക്ഷത്തിലെ ചൂടും ഈ ഒരു അടുപ്പിൻ്റെ ചൂടും രണ്ടും കൂടെ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം മണിക്കൂറുകളോളം ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. ഈ ഒരു ജോലിയിൽ മാത്രമല്ല കേട്ടോ, പുറത്ത് പോയി ജോലി എടുക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഈ വീഡിയോ കാണുന്നവരിൽ അധികം ഹൗസ് വൈഫ് ആയിരിക്കില്ലേ? നമ്മുടെ ഹസ്ബൻഡ്, അതുപോലെ നമ്മുടെ കുട്ടികൾ, ആങ്ങളമാർ, അതുപോലെ നമ്മൾ ഉപ്പച്ചിയാൾ എല്ലാവരും ഇങ്ങനെ ഓരോ ജോലി എടുത്താണല്ലേ നമ്മുടെ കുടുംബങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ പൊള്ളൽ വന്നാലേ അവരുടെ വേദനയൊക്കെ നമുക്ക് അറിയുള്ളൂ. അതുവരെ അവരുടെ വേദന ആർക്കും നമ്മളോടൊന്നും അവർ പറയുന്നുണ്ടാവില്ല. അവരുടെ ഒരു വേദന അവർ പുറത്ത് പോകുന്നതിൻ്റെയും ജോലി ചെയ്യുന്നതിൻ്റെയും ഒന്നും നമുക്കൊരു അറിവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ദിവസം അതിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ആ ഒരു വേദന മനസ്സിലാവുള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഹൗസ് വൈഫ് ആയാലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി എടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഒരാളും വെറുതെ ഇരിക്കണം എന്നുള്ള ചിന്തയായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാവില്ല. എല്ലാവർക്കും അവരുടെ ഹസ്ബൻഡിനെ ആയാലും മൂപ്പച്ചിയാളായാലും സഹായിക്കണം എന്നൊരു മനസ്സ് ഇപ്പം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.